ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ വേദാത്മിക. നമ്മൾ ഇന്ന് ഞായറാഴ്ച പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ ആനക്കോട്ട കാണാൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ട. അവിടെ വലിയൊരു കുളമുണ്ട്. എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. കാണാത്തവർക്കായിട്ട് ചെറിയൊരു വീഡിയോ ആണ്. അത് അവിടെയുള്ള ഒരു വലിയൊരു കുളമാണ് കേട്ടോ. കൺമണിയും ഉണ്ണിക്കുട്ടനും കൂടിയിട്ട് ഇങ്ങനെ നടക്കണം. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കുറേ പരിചയമില്ലാത്ത ആൾക്കാരാണ്. തമിഴ്നാട്ടുകാരാണ് തോന്നുന്നു. തമിഴൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. നമുക്ക് ഓരോരോ ആനകളായിട്ട് കാണാം. ആനക്കോട്ടയ്ക്ക് സ്ഥിരം വരുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. നോക്കൂ, ഇനി ആനേനെ കാണിച്ചു തരാം. അതാ നിൽക്കുന്നു ഒരു ഗജവീരൻ. കണ്ടോ, പട്ടയൊക്കെ വലിച്ചു കീറി അവൻ ആടിക്കളിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കൺമണി ഇങ്ങനെ ആനകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞ ആന, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആന, എല്ലായിടത്തും ആനകളാണ്. കുറേ ആനകളെ കാണാം. നമുക്ക് ഞായറാഴ്ചയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ കുട്ടികളെ കുറച്ച് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴേലൊക്കെ ഇതുപോലെ ഫ്രീ കിട്ടുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് സാധിച്ചു കൊടുക്കണം. അപ്പോഴല്ലേ അവർക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുള്ളൂ. ഇതാ നിൽക്കുന്നു വേറൊരു ആന. കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പേടിയുണ്ടായിരുന്നു, കാരണം ആന എങ്ങാനും പട്ടെടുത്ത് എറിഞ്ഞാലോ. അപ്പം ഇത്തിരി അകലം പാലിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത് വേറൊരു ആനയാണ്. നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത്. കുറേ ആനകൾ, ഒന്നും അവരുടെ പേരൊന്നും അറിയില്ല കേട്ടോ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ റോക്കി ബായ്. ആനക്കോട്ടയിലെ ഗജവീരനാണ് റോക്കി സ്റ്റാർ. പിന്നെ വേറൊരു ആനയുണ്ട്, കണ്ടോ. എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ആന ഓടാം. അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, അടിപൊളിയായിട്ടില്ലേ, നല്ല കൊമ്പ്. കമ്മണി ഇങ്ങനെ തിമിർത്ത് നടക്കുകയാണ്. അവൾക്കൊരു പേടിയില്ല. കമ്മണിക്ക് പേടിയുണ്ടായിരുന്നോ ആനേനെ കാണുമ്പോൾ? കണ്ടാ, നോക്കൂ, ആനേനൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒരു അണ്ണാനെ കണ്ടത്. അണ്ണാൻകുട്ടീനെയും കാണാൻ പറ്റി. അതൊരു അമ്പലം പോലെ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. മരങ്ങളും കുളമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇതാണ് നമ്മുടെ ഇന്ദ്രസൻ ആനയാണ്. കണ്ടോ, ഇതൊക്കെ പഴയ കാലത്തെ കൊട്ട വീടുകളാണ്. ഇവിടെ ആനേനെ കുളിപ്പിക്കുന്നത് കണ്ടു. സുഖമായി കിടന്നു കൊടുക്കുന്നുണ്ട് കുളിക്കാൻ. ഇവിടെ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ വേറൊരാന. നോക്കൂ, ഇതൊരു കുളം. കണ്ടോ, ആടിക്കളിക്കട കൊച്ചുരാമ. തുമ്പിക്കൈ കെട്ടട ആട്ടണം കണ്ടല്ലേ. എപ്പോഴാ വേണമെങ്കിലും നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് വന്ന് വീഴാം. ആനയുടെ പാട്ട് പാടി വരുമോ?
ഇതാ പോണ കമ്പനി കഴിയാറായപ്പോൾ അവൾ സ്പീഡിൽ തന്നെ തുടങ്ങി ഗൈസ്. അതാ പോകുന്നു. ഇനി അവസാനിക്കാറായി. ഇനി കുറച്ച് ആനകൾ കൂടെയുള്ളൂ. ചില സ്ഥലങ്ങളിലേക്കൊന്നും കടക്കാൻ പറ്റില്ല, കാരണം അവിടെ നോ എൻട്രി ആണ്. അതൊക്കെ ഇത്തിരി പെശകുള്ള ആനകളായിരുന്നു കേട്ടോ. ഇത് വേറൊരു ഗജ വീരൻ. ഇത് കൊമ്പില്ലാത്ത ആനയാണ് ഗൈസ്. ഇത് വേറൊരാന. ഇത് നന്ദൻ. ഞങ്ങളെങ്ങനെ ആനക്കോട്ടയെല്ലാം കണ്ട് മെല്ലെ നീങ്ങാന്ന് വിചാരിച്ചു. അങ്ങോട്ടൊന്നും ഇപ്പോൾ നോ എൻട്രിയാണ് എഴുതി വെച്ചേക്കണം. അങ്ങോട്ടൊന്നും ഇപ്പോൾ ആന പ്രവേശിക്കാൻ പാടില്ല. നമ്മൾ ആനക്കോട്ടയൊക്കെ കണ്ടു. തിരികെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് തിരികെ വീട്ടിലേക്ക് പോവാണ്. തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പാർക്കിലേക്ക് പോയാലോ ചാന്ന് ചോദിച്ചു. അപ്പോൾ യെസ് മുളി. അപ്പോൾ ഓക്കെ മക്കളെ, നമുക്ക് പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞതാ. ഞങ്ങൾ അവിടുത്തെ ചെറിയൊരു പാർക്കിലെത്തി. മഴ പെയ്യുന്നത് കൊണ്ട് നിറയെ വെള്ളമാണ് എല്ലാ കളിക്കുന്ന സ്ഥലങ്ങളിലും. കുട്ടികൾക്ക് ശരിക്കും പോലെ കളിക്കാൻ പറ്റില്ല. അവിടെ അധികം ഓടി കളിക്കുമ്പോൾ ചെളിയിൽ വീഴണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഉണ്ണിക്കുട്ട അവിടെ തൂങ്ങിയാടാണ്. പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിനക്ക് പറ്റും എന്നാണ് പറയണേ. പക്ഷെ അവന് പറ്റുന്നില്ല ഗൈസ്. ചാടങ്ങോട്ട്. റെഡി 1 2 3 ഗോ. ഇങ്ങനെയാണ് ഗൈസ്. ഇത് നോക്കൂ, അവിടെ ഒരു ചെറിയൊരു കുളമാണ്, അമ്പൽക്കുളം. കുറേ ആൾക്കാരുണ്ടായിരുന്നു. സൺഡേ അല്ലേ, കുട്ടികളൊക്കെ ഓടിച്ചാടി നടക്കുന്ന കാണാൻ രസമല്ലേ. ഞങ്ങളങ്ങനെ പാർക്കിലൊക്കെ പോയി. ഇതാ കറങ്ങുന്നു ചേട്ടനും അനിയത്തിയും. ഇനി വേറെ എവിടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. നിരങ്ങണ സ്ഥലത്തിലൊക്കെ നിറയെ വെള്ളമാണ്. നിരങ്ങി വരുന്നിടത്തേ കുറേ വെള്ളം ഇരിക്കുന്നുണ്ട്. നമുക്ക് നിരങ്ങുമ്പോൾ തന്നെ ചെളിയാവും. ഒന്നാമത് നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടോ? എന്താ പറയാന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഓരോന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. വേറെ